പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം CP ഷാജിയാണ്. ഇന്ന് ഈ തിരക്കുള്ള സമയം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു മികച്ച കലാകാരനെയാണ്. സ്വന്തമായി ഓടക്കുഴൽ നിർമ്മിച്ച് ആ ഓടക്കുഴലിലൂടെ ഹൃദ്യമായ ഒത്തിരി ഗാനങ്ങൾ ആലപിച്ച് ശ്രദ്ധേയനാകുന്ന ആലപ്പുഴ മൊഹമ്മയിലെ ഒരു ഓട്ടത്തൊഴിലാളി ശ്രീ തിലകരാജ് സ്വന്തമായി ഓടക്കുഴൽ നിർമ്മിക്കുകയും അത് ഉത്സവപ്പറമ്പുകളിലും ഒത്തിരി സ്ഥലങ്ങളിലും അത് വിൽപ്പന നടത്തി ഉപജീവനം നടത്തുകയും അതോടൊപ്പം തന്നെ ആ ഓടക്കുഴൽ നമ്മളേക്ക് വിസ്മയിക്കുന്ന ഒത്തിരി മനോഹരങ്ങളായ ഗാനങ്ങൾ ആലപിച്ചും ശ്രദ്ധേയനായൊരു കലാകാരൻ. അതെ, തിലകരാജിൻ്റെ ആ ജീവിതഗാഥകളിലെ സംഗീതത്തിൻ്റെയും ആ ഓടക്കുഴൽ നാദത്തിൻ്റെയുമൊക്കെ ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ഇന്ന് ഈ സമയം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത്. കാണുക, മൊഹമ്മയിലെ ഒരു ഓട്ടോ തൊഴിലാളിയുടെ ഓടക്കുഴൽ നാദത്തിൽ വിസ്മയമാകുന്ന സംഗീത ശ്രുതികൾ. ആലപ്പുഴ ജില്ലയിലെ മൊഹമ്മ 11-ാം വാർഡ് മത്തിച്ചിറ വീട്ടിൽ, അതാണ് എൻ്റെ വീട്ടിലെ നാമനിർദ്ദേശം. മുഹമ്മ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളി കൂടിയാണ്. ബാബുണ് അത് പണ്ട് ഒരു കുഴൽ മേടിച്ച് ആലപ്പുഴ ഞങ്ങളുടെ കടയിൽ നിന്ന് അങ്ങനെ ഇടയ്ക്കൊന്ന് ഞാൻ ഊതി നോക്കി. അങ്ങനെ സ്വയമായിട്ട് ഞാൻ കുഴലുണ്ടാക്കി. ഇവിടെ ഒരു രാജരാശ്ശേരി ട്രൂപ്പ് എന്ന് പറഞ്ഞൊരു സംഗീതവചനം, അവരുടെ കൂടെ പോയി, അവരുടെ മുഖാന്തരമാണ് എൻ്റെ അടുത്ത് ഇന്നാളുണ്ട്, അങ്ങനെ പോയി പഠിച്ചു. അതൊരു അനുഗ്രഹം തന്നെയാണ് എനിക്ക്. നമ്മൾ നമ്മുടെ പട്ടണിയിൽ നിന്നാണേലും ഈ ഒരു കല ഞാൻ ഉപേക്ഷിച്ചില്ല. അത് പിന്തുടർന്ന് ദൈവാനുഗ്രഹം ഇപ്പോഴും എനിക്കുണ്ട്. ഇപ്പൊ ഓട്ടോറിക്ഷ ഓടിക്കുക, പ്രധാന ഓട്ടോറിക്ഷ. അന്നേരം എന്തിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ വരും ഈ ഓടക്കുഴൽ? അത് വീട്ടിൽ പഠിക്കാനും പിള്ളേർക്കൊക്കെ ഏതെങ്കിലും ഗുരുവിൻ്റെ കൂടെ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ന കുഴലാണ് ഞാൻ കൊടുക്കും. അങ്ങനെ ഓരോരുത്തരൊന്നും മേടിച്ചിട്ട് പോകുന്നുണ്ട്. ഇത് വഴിപാടായിട്ട് സമർപ്പിക്കുന്ന സ്ഥലം അത് മെയിനായിട്ട് ഗുരുവായൂരാണ്. അവിടെ ഇപ്പം 5-6 പേര് മേടിച്ചിട്ട് പോകും സമർപ്പിക്കാൻ. പക്ഷെ അവിടെയൊക്കെ കുഴലുണ്ടെങ്കിലും അത്ര തൃപ്തികരം അല്ല ആ കുഴലൊന്നും. ആണല്ലേ? അത് വെറുതെ കച്ചവടത്തിനായിട്ടാണ് കൂട്ടിയിട്ടിരിക്കണമെന്ന്. നമ്മളെ ചെന്ന് അടിസ്ഥാനപരമായിട്ടെന്ന് വെച്ചാൽ ഇതിന് 9 ദ്വാരങ്ങളാണ്. ഈ 9 ദ്വാരങ്ങളും
അത് വേണം. നമ്മൾ കൃത്യ അളവിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളും പാടും, ആ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ നമ്മൾ നിർമ്മിച്ചു. മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇത് ഷഡ്ജം പിടിക്കുന്ന സാധനം ഇതിന് ഈ 3 ഹോളടക്കുമ്പോഴാണ് ഷഡ്ജം വായിക്കുന്നത്. അതായത് അതിൽ പഞ്ചമം വായിക്കുന്ന 5 പേരടക്കുമ്പോൾ ഇതിന് 6 പേരടക്കണം പഞ്ചമം വായിക്കുന്നത്. അതാണ് ഇത് നമ്മളുടെ വ്യത്യാസം. ഇത് രണ്ടും നമുക്ക് വെസ്റ്റേൺ ഞാൻ പഠിച്ചിട്ടില്ല. അതെൻ്റെ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെയാണ് വെസ്റ്റൻ്റെ ഇത്. അതാണ് ഈ 6 കോളയുള്ള ഫ്ലോട്ട്. ഇതിനും പാടാം, പക്ഷേ നമ്മളത് വെസ്റ്റൻ പിടിക്കാത്തതുകൊണ്ടേ അതെ, എങ്കിലും ഏറെക്കുറൊക്കെ വായിക്കാം. വെസ്റ്റൻ്റെ കോഡ് വെച്ചാണ് ഞാൻ പാടുന്നത് തന്നെ. നമുക്ക് ഈശ്വര തുല്യനായിട്ട് ഞാൻ കാണുന്ന എൻ്റെ ഗുരു സൺറൈറ്റ്, അതായത് വാവക്കാട് പൊന്നപ്പൻ, അദ്ദേഹത്തിൻ്റെ പേരതാണ്. സൺറൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് എൻ്റെ ഗുരുവായിട്ട് ഞാൻ സങ്കല്പിക്കുന്നത്. ആ ശിക്ഷണത്തിലാണ് ഇത്രയും എനിക്ക് അറിവ് സമ്പാദിക്കാനും പറ്റിയത്. പൊന്നപ്പൻ മാഷിൻ്റെ കൂടെയാണ് പഠിച്ചത്. അത് പുത്തനങ്ങാടി. അവിടുന്ന് 10-22 വർഷത്തോളം. ആശാൻ മരിച്ചു, അതോടുകൂടി ആ ബന്ധം നമുക്കില്ലാണ്ടായി. അതൊരു വളരെ ദുഃഖം തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോഴും ഞാനൊരു സംഗീത വിദ്യാർത്ഥിയായിട്ട് തന്നെ പോകേണ്ടതാണ്. ആശാൻ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. പൊന്നപ്പൻ ആശാൻ ഓരോ ഇത്ര ഇത് വേണമെന്നുള്ളത്. അങ്ങനെ തന്നെ ഞാൻ പഠിച്ചു. ഓരോന്നിനും അതിൻ്റെ ശ്രുതി, അതനുസരിച്ച് നമ്മൾ അതടക്കം ചേർക്കാം. ഓരോ ഓടക്കുഴലിനും അതിന്റെ കണക്കുണ്ട്. ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള ശ്രുതി വേരിയേഷൻ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ ഓരോ ഫ്ലോട്ടിനും ഓരോരോ നമ്പറുണ്ട്. അതിന്റെ വലിപ്പ വ്യത്യാസമുണ്ട്. ഈ ഉണ്ട് അതും പഠിക്കാറുണ്ട്. പിന്നെ ഓടക്കുഴൽ നിർമ്മിക്കാൻ തുടങ്ങി, നിർമ്മിച്ച് വിൽപ്പന ചെയ്യുന്നുണ്ടായിരുന്നു. അതായിരുന്നല്ലോ എൻ്റെ മെയിൻ. അല്ല, അത് അന്നേരം എത്ര ആളായിരുന്നു? അത് 20-22 വർഷത്തോളം അതുകൊണ്ടായിരുന്നു. ഓടക്കുഴൽ നിർമ്മിച്ച് വിൽക്കുന്നു. കടക്കലുണ്ട്, കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം, മലയാറ്റൂര്, ചെട്ടുകുളങ്ങര. അവിടെയൊക്കെ ഭയങ്കര ഏറ്റവും കൂടുതൽ ഒഴിൽ ചിലവാകുന്ന അവിടെയാണ് ചെട്ടുകുളങ്ങര. അതൊരു ജീവിതത്തിൽ വലിയൊരു ഭാഗമായിരുന്നു. പല പല സ്ഥലങ്ങളൊക്കെ കാണാനുള്ള ഭാഗ്യം കിട്ടി. നമ്മുടെ ജീവിതത്തിനും പോകുമ്പോൾ, കച്ചവടത്തിന് പോകുമ്പോൾ ഇത് നമ്മുടെ പാട്ട് കേട്ടിങ്ങനെ ആൾക്കാർ വട്ടം കൂടി ഓണം പാട്ടിലാണല്ലോ വീഴുന്നത്. പാട്ടിൽ ഒരു മേടിച്ചുകൊണ്ട് പോയി ആയ സന്തോഷം അതാണ്. ആർക്കും വായിക്കാൻ പറ്റും. എങ്ങനെയെങ്കിലും
നമ്മൾ പാടുന്ന എവിടെങ്കിലും കൊടുത്തേക്ക് ആ അങ്ങനെ ഇന്ന ഞാൻ തരത്തില്ലെന്ന് ഞാൻ പറയാം. ചിലർ വായിച്ചു കൊടുത്തേക്കും. ആ ആ മനുഷ്യൻ വേറെ പാടെടുത്തേക്ക് അതേ പാട്ട് തന്നെ ഞാനത് പാടുകയും ചെയ്യും. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കട്ടെ, ആ ഇത് ട്രിക്ക് ഉണ്ടാകും. അതൊന്നുമില്ല, നമ്മളെ എല്ലാവർക്കും അല്ലാതെ നമുക്ക് മാത്രമായിട്ട് ഒരെണ്ണം ഇല്ല ഇല്ല. ഇല്ല. ചിലവർക്ക് ഞാൻ വായിക്കുന്നത് നല്ലവണ്ണം. ആ അതെ 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 അതെ. ഇത് ഷഡ്ജം പിടിക്കുന്ന സാധനം ഇതിന് ഈ 3 കോളടക്കുമ്പോഴാണ് ഷഡ്ജം വായിക്കുന്നത്. അതായത് അതിൽ പഞ്ചമം വായിക്കുന്ന 5 പേരടക്കുമ്പോൾ ഇതിന് 6 പേരടക്കണം പഞ്ചമം വായിക്കുന്നത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടും നമുക്ക് വെസ്റ്റേൺ ഞാൻ പഠിച്ചിട്ടില്ല. അതെൻ്റെ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെയാണ് വെസ്റ്റേൻ്റെ ഇത്. അതാണ് ഈ 6 കോളയുള്ള ഫ്ലോട്ട്. ഇതിനും പാടാം, പക്ഷേ നമ്മളത് വെസ്റ്റേൺ പിടിക്കാത്തതുകൊണ്ടേ അതെ. എങ്കിലും ഏറെക്കുറൊക്കെ വായിക്കാം. വെസ്റ്റേൻ്റെ കോഡ് വെച്ചാണ് ഞാൻ പാടുന്നത് തന്നെ. പ്രിയപ്പെട്ടവരെ, ശ്രീ തിലകരാജിൻ്റെ ഓടക്കുഴൽ നാദം കേട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടികളും ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തിക്കൊണ്ട് എന്നോടൊപ്പം ചേരുമല്ലോ. അടുത്തൊരു കലാകാരനെ അല്ലെങ്കിൽ അടുത്തൊരു മഹനീയമായ ചടങ്ങുകളുടെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ ബഹുമാനത്തോടെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം CP ഷാജി.